പമ്പാ നദീന്റെ ഒരു അവസ്ഥനെ പറ്റിയിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പമ്പാ നദിയിൽ ഇപ്പൊ നിലവിൽ ഒഴുക്കില്ല. ഒരു കറുത്ത നിറത്തിലുള്ള വെള്ളമാണ് ഇപ്പൊ പമ്പയിലുള്ളത്. നിലവിൽ അമീബിക്ക് മസ്തിഷ്ക ജ്വരവും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഭക്തജനങ്ങൾ ആരും അതിൽ കുളിക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലിപ്പോ ഹോട്ടൽ വേസ്റ്റ് അടക്കം അതിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഹോട്ടൽ എന്നുള്ള ഒരു പൈപ്പ് നേരെ വന്നിട്ട് കാണുന്നത് ആ പമ്പാ നദിയിലേക്കാണുള്ളത്. ഭക്തജനങ്ങൾ ഈ വേസ്റ്റുകൾ, ഈ തോർത്തും മുണ്ടും അതും ഇതുമെല്ലാം പമ്പയിൽ വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പൊ നിലവിൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം ശബരിമലയിൽ നിരോധിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിനെ നിരോധിച്ച പോലെ ഇങ്ങനെയുള്ള തോർത്തും മുണ്ടുകളും പമ്പയിൽ ഇടാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് അനൗൺസ്മെന്റ് ചെയ്യോ എന്നതിന്റെ അവസ്ഥ പോകെ ഇല്ലാതാകും. പമ്പയിൽ കുളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭൂതിയുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നിലവിൽ നമ്മളെല്ലാം പോയപ്പോ പമ്പയിൽ കുളിക്കാൻ പോയിട്ടൊന്ന് കാല് പോലും കഴുകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ശബരിമലയിൽ പോയിട്ട് വന്നിട്ടുള്ളത്. ഇതിനെ വേണ്ടപ്പെട്ട അധികാരികൾ എത്തുന്ന ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. നിലവിൽ ആ പമ്പേന്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹിന്ദിയിലും കന്നഡയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പമ്പയിൽ വേസ്റ്റ് ഇടാൻ പാടില്ല എന്നുള്ള കാര്യം. എന്നിട്ട് പോലും അതിൽ കംപ്ലീറ്റ് വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നുണ്ട്.